ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സോണിയുടെ, അതായത് ഇത് ഒറിജിനൽ സോണി ഒന്നും അല്ല, അതിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അസംബ്ലി ടി വിയാണ്. അതിൻ്റെ ബോർഡ് മാറുന്നത്, അതായത് കോംബോ ബോർഡ് മാറുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മാറാനുള്ള ഒരു കാരണം ഇടയ്ക്ക് റീസ്റ്റാർട്ട് ആയത്, ഒരു 10 മിനിറ്റ് വരയ്ക്കുമ്പോൾ വീണ്ടും ഓഫായി, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓണായി, വീണ്ടും അങ്ങനെ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കംപ്ലയിൻറ്റ് എന്താണെന്ന് റെക്ടിഫൈ ചെയ്തതിനു ശേഷം ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത് ഇതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ട് ടി വി വാങ്ങിച്ചത്. 2019 മോഡലാണ്. മുമ്പ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിന് ശേഷം വരുന്നൊരു കംപ്ലയിൻറ്റ് ഇതാണ്, ഇടയ്ക്ക് റീസ്റ്റാർട്ടായി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ അഴിച്ചിട്ട് എന്താണെന്ന് റെക്ടിഫൈ ചെയ്ത് നോക്കാം. ഇതുപോലെ അസംബിൾഡ് ടി വികളിൽ ഇപ്പോൾ വരുന്ന ടി വികളിലൊക്കെ വരുന്നത് കോംബോ ബോർഡുകളാണ്. അതായത് പവർ സപ്ലൈയും മദർ ബോർഡ് ഇൻബിൽട്ടായിട്ട് വരുന്ന ബോർഡിനെയാണ് കോംബോ എന്ന് പറയുന്നത്. അതുപോലെ അത് കോമൺ ആയിട്ടുള്ള ബോർഡുകളാണ്. ഇത്തരം ടി വികളിലൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള ചെറിയ സ്ക്വയർ ബോർഡുകളാണ് വരാറ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബോർഡൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും കമ്പോണൻറ്റ് ഡാമേജ് ആയിട്ടുണ്ട്, ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന്. ഇവിടെ നമുക്കൊരു കപ്പാസിറ്റർ ബൾജായിട്ട് കാണുന്നുണ്ട്. അതായത് ബാക്ക് ലൈറ്റ് വോൾട്ടേജ് ഉള്ള ആ സെക്ഷനിൽ വരുന്ന ബാക്ക് ലൈറ്റ് സപ്ലൈ വരുന്ന സെക്ഷനിൽ ഒരു കപ്പാസിറ്ററാണ് ബൾജായിട്ടുള്ളത്. ഇത്തരത്തിൽ ബൾജാകുന്ന സമയത്ത് ചിലപ്പോൾ ഓൺ ഡിലേ വരിക, ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാൻ ഡിലേ വരിക, ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാതിരിക്കുക വരാറുണ്ട്. പക്ഷേ ഇത് ആ കംപ്ലയിൻറ്റിലോട്ട് ആയിട്ടില്ല, ആ സ്റ്റേജ് വരെ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് BO എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം നിന്നിട്ടുള്ളത്, വേറെ ഡിസ്പ്ലേ ഒന്നും കംപ്ലയിൻ്റ് ആവാതെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് കംപ്ലയിൻറ്റ്, അത് എന്തെങ്കിലും കമ്പോണൻ്റ് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വോൾട്ടേജ് അവിടെ മിസ്സിങ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് പാനലിലേക്കുള്ള 12 വോൾട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മീറ്ററിൽ കാണാം 12 വോൾട്ട് ഉണ്ട്. അതായത് ആ ഓണാവുന്ന സമയത്ത് 12 വോൾട്ട് എല്ലാം വരുന്നുണ്ട്. അതുപോലെ ബാക്ക് ലൈറ്റ് വോൾട്ടേജ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ടി വി നിലവിൽ വർക്കിംഗ് ആണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ടി വി ഓഫായി പോകും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജുകളെല്ലാം വർക്കിംഗ് സമയത്ത് കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രോസസ്സർ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അതായത് നോർമലി നമ്മളൊന്നും ഇൻപുട്ടൊന്നും കൊടുക്കാതെ തന്നെ ജസ്റ്റ് കൈ വയ്ക്കുമ്പോൾ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ മെയിൻ പ്രോസസ്സറിന് കംപ്ലയിൻറ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കംപ്ലയിൻറ്റ് വന്നാൽ ബോർഡായിട്ട് മാറുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആ ബോർഡ് മാറി യൂണിവേഴ്സൽ ടൈപ്പ് കോംബോ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സൽ മദർ ബോർഡ് മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് SB എന്ന ബ്രാൻഡിൻ്റെ യൂണിവേഴ്സൽ കോംബോ ബോർഡാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബോർഡ് ഗ്രീനും ഇത് ബ്ലൂ ആണ്. പിന്നുകളും അതുപോലെ പോർട്ടുകളും എല്ലാം സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും. അതുപോലെ IC കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ചില പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടെന്നല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് വെറുതെ കണക്ട് ചെയ്ത് പിന്നുകൾ അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പക്ഷേ ചില കേസുകൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് LED വോൾട്ടേജ്, അതുപോലെ ചിലപ്പോൾ പാനലുകൾ, ഈ LVDS കേബിളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരാറുണ്ട്. കാരണം ഇതിനകത്ത് കണ്ടിട്ടുള്ള ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ ബ്ലാക്ക് കണക്ടർ പാനലിലോട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചില കോംബോ PCകൾ, അതായത് ഇത്തരത്തിൽ സ്ക്വയർ ബോർഡ് വരുന്ന PCകൾ ചിലപ്പോൾ വേറെ കണക്ടറായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ യൂണിവേഴ്സൽ ടൈപ്പ് ആയിട്ടുള്ള ആ ബോർഡിലേക്ക് മാച്ച് ആയിട്ടുള്ള പാനലിൻ്റെ LVDS കേബിളുകൾ ചൂസ് ചെയ്യണം. അത് ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അത് കുഴപ്പമില്ല, സെയിം കണക്ടർ തന്നെയാണ് പുതിയ യൂണിവേഴ്സൽ PCBയിലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അതുപോലെ ബാക്ക് ലൈറ്റ് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്തിട്ട് വേണം ഈ ബോർഡുകൾ കണക്ട് ചെയ്യാൻ. ചില TVകൾ LED എണ്ണം കുറവാകുമ്പോൾ വോൾട്ടേജ് കുറവ് മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് LED വോൾട്ടേജ് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ LED കംപ്ലയിൻ്റ് ആവണം. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പുതിയ ബോർഡിനകത്ത് വരുന്നത് ഏകദേശം വർക്ക് ചെയ്യുന്നത് 75 വാട്ടിലാണ്. അതുപോലെ ബാക്ക് ലൈറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 64 തൊട്ട് 94 വോൾട്ടേജ് വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിനകത്ത് മുമ്പുണ്ടായിരുന്ന കോംബോ ബോർഡിനകത്തും ഏകദേശം ആ വോൾട്ടേജ് റേറ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബോർഡ് ധൈര്യമായിട്ട് അതിനകത്ത് യൂസ് ചെയ്യാം. ചില 40 ഇഞ്ച് TVകളിൽ നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ ബോർഡ് യൂസ് ചെയ്യാം. കാരണം LED വോൾട്ടേജ് ഏകദേശം ഈ പറഞ്ഞ 94 വോൾട്ട് ഉള്ളിലാണെങ്കിൽ നമുക്ക് ഈ ബോർഡ് 40 ഇഞ്ച് ഫുൾ HD വരെ ഈ ബോർഡിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഫുൾ HD നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അത്തരം പാനലുകളൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് 32 ഇഞ്ചിൻ്റെ ബോർഡാണ്. ഇനി 40 ഇഞ്ചിൻ്റെ ഇതേപോലെ ഉണ്ട്, 43ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരുന്നത് ബാക്ക് ലൈറ്റ് വോൾട്ടേജിലാണ് വ്യത്യാസം. കാരണം അത് LED എണ്ണം കൂടുന്നതോറും വോൾട്ടേജ് സപ്ലൈ വ്യത്യാസം വരും. ആ കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. പിന്നെ ഉള്ളത്, നമ്മൾ മാറിയിടുന്ന സമയത്ത് ഇതിൻ്റെ LVDS കേബിൾ, അത് പാനലിൽ നിന്ന് ബോർഡിലോട്ടുള്ള കണക്റ്റിംഗ് കേബിൾ തിരിഞ്ഞു പോകുക. അതായത് പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് തന്നെ അങ്ങനെ കണക്ട് ചെയ്തില്ലെങ്കിൽ പാനൽ പോകും. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്യണം. മുമ്പൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പുതിയ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് പിക്ചർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മുമ്പ് വർക്ക് ചെയ്തായിരുന്നു, ഇടയ്ക്ക് ഓഫായി പോകുന്ന ഇതേ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ LVDS കേബിൾ തിരിഞ്ഞു പോയതാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോയ സമയത്ത് പാനലിലേക്ക് വോൾട്ടേജ് കയറി വന്നിട്ട് ഷോർട്ടായി പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം എക്സ്പെൻസിലോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് ആ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ IR സെൻസറും കീപാഡിലോട്ടുള്ള കണക്ടറാണ്. അത് പിന്നെ കോമൺ ആണ്, ഇത്തരത്തിലുള്ള കോംബോ ബോർഡുകൾക്ക് കോമൺ ആണ്. പിന്നെ സ്പീക്കറിൻ്റെ വയർ, അതുപോലെ ബാക്ക് ലൈറ്റിൻ്റെ വയർ, ഈ 4 വയറുകളാണ് ഇതിനകത്ത് ആകെ കണക്ഷൻ ആയിട്ടുള്ളത്. IR സെൻസർ, LVDS കേബിൾ, അതുപോലെ സ്പീക്കർ, LED ക്കുള്ള കണക്ടർ.
പിന്നെ വരുന്നത് ഒരു 12 വോൾട്ടിൻ്റെ നമുക്ക് വോൾട്ടേജൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈവുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് കൂടെ ഉണ്ട്. അതാണ് ഇവിടെ കണ്ടുപിടിക്കുന്ന ചെറിയൊരു ജിഗ് 12 വോൾട്ടിൻ്റെ അതുകൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം ഏകദേശം 5 കണക്ടറോളം വരുന്നുണ്ട്. പിന്നെ 2 HDMI, ഒരു VGA, പിന്നെ നമുക്ക് മറ്റേ ഓഡിയോ ഔട്ട് എടുക്കാനുണ്ട്, ഓക്സ് ഉണ്ട്, 2 USB, 2 AV. ഇത്രയാണ് ഈ ബോർഡിനകത്ത് വരുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ. ഫുൾ HDയും HDയും ഈ 2 ബോർഡുകളും സപ്പോർട്ട് ചെയ്യും. കോംബോ ബോർഡുകളെല്ലാം തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ഫുൾ HD റെസൊല്യൂഷനും HD റെസൊല്യൂഷനും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം ഈ LVDS കേബിൾ, അത് പാനലിൽ നിന്ന് ബോർഡിലോട്ടുള്ള കേബിൾ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു വെള്ള മാർക്ക് ഉണ്ട്, ഒരു ആരോ. ആ മാർക്കും നമ്മുടെ ആ ജിഗിൻ്റെ, അതായത് ആ കണക്ടറിൻ്റെ അവിടെ ഒരു ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ട്. ആ രണ്ടും ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് തിരിച്ചാൽ കൊടുത്തെങ്കിൽ പാനൽ എന്തായാലും അത് അടിച്ചു പോകും. ഇപ്പോൾ പാനൽ അത്തരത്തിൽ ഷോർട്ടായെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ചില പാനലുകൾ നമുക്ക് മാറേണ്ടി തന്നെ വരും, അത് വലിയൊരു എക്സ്പെൻസിലോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിൽ ബോർഡുകളൊക്കെ മാറാനുണ്ടെങ്കിൽ അത് ടെക്നീഷ്യന്മാരെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സർദാർ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്പ്ലേ കൂടെ പോയിട്ട് വലിയൊരു എക്സ്പെൻസിലോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ ബോർഡുകൾ നമുക്ക് പല പാനലിൽ ഉപയോഗിക്കാം. LGയിൽ ഉപയോഗിക്കാം, BOയിൽ ഉപയോഗിക്കാം, CSOTൻ്റെ ഉപയോഗിക്കാം. ഒരുപാട് പാനൽസിനകത്ത് ഈ ബോർഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് പാനലിൻ്റെ മാപ്പിംഗ് നമുക്ക് സർവീസ് മോഡിൽ മാറ്റി ഒരുപാട് പാനൽസിനകത്ത് ഈ ബോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിതിനകത്ത് ഉണ്ടായിരുന്ന ബോർഡുകൾ പ്രീ പ്രോഗ്രാമാണ്. അതായത് ഓരോ കമ്പനിയും ആ ബോർഡുകൾ, കോംബോ ബോർഡുകൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അത് അവരുടെ ലോഗോയും പ്രോഗ്രാം ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല TVകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരേ ബോർഡ് തന്നെ പല ബ്രാൻഡുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് പ്രോഗ്രാം ചെയ്തിട്ട് അവരുടെ ലോഗോയും ഒക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോർഡിനകത്ത് നമുക്ക് ഒരുപാട് ലോഗോ ഇൻബിൽട്ടായിട്ട് വരുന്നത്, സാംസങ്, സോണി, LG അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകൾ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് ലോഗോ ഉണ്ടെങ്കിൽ ക്യാപ്ചർ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം വളരെ സിമ്പിളാണ്. ഇതേപോലെ നമ്മൾ പഴയ പോലെ തന്നെ ആ സൈഡ് കവറൊക്കെ കറക്റ്റാണ് വരുന്നത്. ചില TVകളിൽ സൈഡ് കവർ കറക്റ്റാണ്, പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിയ ബോർഡ് വാങ്ങിക്കുമ്പോൾ അതിന് സൈഡ് കവർ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഇത് മാറ്റി നമ്മൾ പുതിയതിൻ്റെ കൂടെയുള്ള സൈഡ് കവർ വയ്ക്കുന്നു. അപ്പോൾ ആ പോർട്ടുകളെല്ലാം കറക്റ്റായിട്ട് കവറായി പോകും. ഇനി നമ്മൾ പവർ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്, റെസൊല്യൂഷനൊക്കെ കറക്റ്റാണോ, പിക്ചറൊക്കെ കറക്റ്റ് തന്നെയാണോ. ചില പാനലിൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പിക്ചർ ഇൻവേർട്ടഡ് ആയിട്ടൊക്കെ പോകും. മുമ്പ് നമ്മൾ ചെയ്തത് സാംസങ്ങിൻ്റെ ഒരു TVയിൽ യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിനകത്ത് സെപ്പറേറ്റ് പവർ സപ്ലൈ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ബോർഡാണ്. അപ്പോൾ നമ്മളെന്തായാലും ഓൺ ആയിട്ടുണ്ട്, TV ഓണായി വന്നിട്ടുണ്ട്. മാപ്പിംഗ് അല്ലെങ്കിൽ പിക്ചർ കറക്റ്റ് തന്നെയാണ്, അതായത് എല്ലാം പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അത് ഇൻവേർട്ടഡ് അല്ല, അതുപോലെ പിക്ചറിൻ്റെ മാപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ ചില കേസിൽ ഇതുപോലെ പിക്ചർ ഇങ്ങനെ ഗ്രെയിൻസ് പോലൊക്കെ കാണിക്കും. അത് നമുക്ക് സർവീസ് മോഡിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ജസ്റ്റ് ബാക്ക് കവറോട് TV ക്ലോസ് ചെയ്യാൻ പോവാണ്. വേറെ ഒരുപാട് ബ്രാൻഡുകൾ ഈ കോംബോ ബോർഡുകളും അതുപോലെ യൂണിവേഴ്സൽ ബോർഡൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു നല്ലൊരു ബ്രാൻഡാണ് SB, ഒരുപാട് അധികം യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ LVDS തിരിഞ്ഞു പോകും, അതുപോലെ LED വോൾട്ടേജും കറക്റ്റായിട്ട് കൊടുത്ത് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില TVകൾ വരുന്ന മറ്റൊരു കംപ്ലയിൻറ്റ്, നമുക്ക് കറക്റ്റ് ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നോർമൽ, ഇതിപ്പോൾ കോമൺ ടൈപ്പ്, അതായത് യൂണിവേഴ്സൽ ടൈപ്പ് ബോർഡ് തന്നെ ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ബോർഡ് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തത്. ചില TVകളിൽ വേറെ ടൈപ്പ് കോംബോ ബോർഡൊക്കെ വരാറുണ്ട്. ഈ ബോർഡ് നമുക്ക് ഏത് TVയിലും വർക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ചില TVകളകത്ത് കറക്റ്റ് ഇതുപോലെ മൗണ്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ മൗണ്ട് ഡ്രില്ലൊക്കെ ചെയ്ത്, അതുപോലെ അതിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻ വെച്ചിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വർക്ക് ചെയ്യാൻ എല്ലാത്തിനും പറ്റും, പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പറയും. ഈ ബോർഡ് നമുക്ക് വേറെ ഒരുപാട് TVകൾ ഉപയോഗിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ബാക്ക് കവറുള്ള താഴെയും സൈഡിലും പോർട്ടുള്ളതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ മറ്റൊരു ബോർഡ് കൂടെ കാണിക്കുന്നുണ്ട്, TCL എന്ന് പറഞ്ഞൊരു കോംബോ ബോർഡ് കാണിക്കുന്നത്. ഇതുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഇപ്പോൾ കാണിക്കുന്നത് ഇതിനകത്തുള്ള ബോർഡാണ്, ഇതിൻ്റെ നമ്മൾ മാറിയ ബോർഡാണ്. ഇനി കാണിക്കാൻ പോകുന്ന TCL എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കോംബോ ബോർഡ് തന്നെയാണ്, പക്ഷേ അത് കുറച്ച് വ്യത്യാസമുണ്ട്, പോർട്ടുകളെല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടെ നീളം, റെക്റ്റാങ്കിൾ ഷേപ്പാണ്. പിന്നെ അതുപോലെ അതിൻ്റെ LVDS കേബിൾ നിങ്ങൾക്ക് കാണാം സ്ട്രിപ്പാണ് വരുന്നത്. മറ്റേ നേരത്തെ ബോർഡിനകത്ത് പിന്നാണ് ഉണ്ടായിരുന്നത്, അത് ഇങ്ങനെ ജിഗ് പോലെ കണക്ട് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പാണ്. മറ്റേത് ലോക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് മാറി കോംബോ ബോർഡ് ഇപ്പോൾ നമ്മൾ വെച്ച ബോർഡ് വെക്കുന്ന സമയത്ത് LVDS കേബിൾ ഇത്തരത്തിലുള്ള കേബിളാണ് ഉപയോഗിക്കുക. അതായത് അറ്റത്ത് ബ്ലാക്ക് ആയിട്ടുള്ള ഇങ്ങനെ പിന്ന് പോലുള്ള ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലെ സ്ട്രിപ്പല്ല. അപ്പോൾ അത് നമുക്ക് യൂണിവേഴ്സൽ ടൈപ്പ് LVDS കേബിളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, എല്ലാ പാനലിലേക്കുള്ളതും വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണ് ഇത് പല പാനലിലേക്കും കൊടുക്കുന്നത്. ഈ പുതിയ ബോർഡിലൂടെ റിമോട്ടോടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സോണി, LG, സാംസങ് ഒക്കെ ഈ ബോർഡിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, എല്ലാം മാച്ച് ആവും. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സർവീസ് മോഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. ഇൻപുട്ട് ഒന്ന് ബട്ടൺ പ്രസ് ചെയ്തിട്ട് 2580 ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് മോഡ് വരും. അപ്പോൾ
അപ്പോൾ ഇത് മോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പല പാനലിനും കണക്ട് ചെയ്യുന്ന സമയത്ത് മാപ്പിംഗ് അതുപോലെ മിററിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് മാറ്റാനും അതുപോലെ തന്നെ ലോഗോ ആഡ് ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്പെഷ്യൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഗോ മാറ്റി ഉപയോഗിക്കാം. ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലോഗോ നമുക്ക് ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം സോണി, സാംസങ്, LG, ഫിലിപ്സ്, MI, ക്യാപ്ചർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ചറിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി താഴെ വരുന്നത് ഓണായി ഓഫായി, അത് നമ്മൾ TV സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി TV ഓണായി വരുന്നൊരു ഓപ്ഷനാണ്, അതും എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പാനൽ അഡ്ജസ്റ്റ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാനലിൽ മിററാക്കാം, തലകുത്തനെ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചില പാനലിൽ ഈ ബോർഡ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് പിക്ചർ ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ സർവീസ് മോഡ് എടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂണിവേഴ്സൽ ബോർഡിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.